തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 280 കിലോമീറ്റർ നീളമുള്ളതാണ് ആക്കുളം ചേറ്റുവ ജലപാതയുടെ ഒന്നാം ഘട്ടം. ഇതിൻ്റെ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ കാട്ടൂർ സെക്ഷൻ മധുരംപള്ളിയിൽ 5 കിലോമീറ്റർ ദൂരം സംസ്ഥാന ജലപാത നിലവാരത്തിൽ ആഴവും വീതിയും കൂട്ടി നവീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം 320 മീറ്റർ നീളമുള്ള ചിലക്കൂർ ടണലിൻ്റെ നവീകരണവും സൗന്ദര്യവൽക്കരണവും ഇത് 1876 നിർമ്മിക്കപ്പെട്ടതാണ്. 150 വർഷം മുൻപ്. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ അതിൻ്റെ പഴമയും പൈതൃകവും ഒട്ടും ചോരാതെയാണ് നമുക്ക് വീണ്ടെടുക്കാനായത്. മറ്റു കൂട്ടിച്ചേർക്കലുകൾ അധികമൊന്നുമില്ലാതെ രൂപകൽപ്പന ചെയ്ത ഈ ടണലിൽ അത്യാധുനികമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. 20 പേർക്ക് സഞ്ചരിക്കാവുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇലക്ട്രിക് ബോട്ട് വഴിയാണ് സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രം, സംസ്കാരം, നവോത്ഥാന നായകൻ കൂടിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം, ഇവയെല്ലാം ഇതിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകും. നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു ഹെറിറ്റേജ് സെൻ്ററായി ചിലക്കൂർ ടണലിനെ ഉയർത്താൻ ഇതിലൂടെ കഴിയും. ചിലക്കൂർ ടണലിൻ്റെ സൗന്ദര്യവൽക്കരണം, ടണലിൽ ഒരുക്കിയിട്ടുള്ള ഷോ, ഇലക്ട്രിക് ബോട്ട് നിർമ്മാണം, ഇവയെല്ലാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇൻലൻഡ് നാവിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കോഴിക്കോട് മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ്, തിരുവനന്തപുരം സെൻറ് ആൻഡ്രൂസ് പാലം, 14 കിലോമീറ്റർ നീളത്തിൽ നവീകരിച്ച വടകര മാഹി കനാൽ, ഇവയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വടകര മാഹി കനാൽ പൂർത്തിയാക്കൽ വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. എത്രയോ വർഷങ്ങളായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം നാഷണൽ വാട്ടർവേ നിലവാരത്തിൽ നിർമ്മിച്ചവയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ നമ്മുടെ നാഷണൽ ഹൈവേ, നമ്മുടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ കൂടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് പശ്ചിമതീര ജലപാത വികസനം. കോവളം മുതൽ ബേക്കൽ വരെ 616 കിലോമീറ്റർ ദൂരമാണ് ഈ ജലപാതക്കുണ്ടാവുക. ഇതിലൂടെ തുടർച്ചയായ ജലയാത്ര ഒരുക്കലാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ 10 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ശൃംഖല നവകേരള നിർമ്മിതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതായിരിക്കും. കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു വലിയ ഹരമാകും. ഇതിലൂടെ യാത്ര ചെയ്യാൻ ഇടയ്ക്ക് അവർക്ക് ഇറങ്ങാൻ സാധിക്കും.
ആ ഇറങ്ങുന്ന സ്ഥലത്ത് നല്ലതുപോലെയുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എല്ലാം ഒരുക്കാൻ നമുക്ക് കഴിയും. കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ നാടൻ വിഭവങ്ങൾ, അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ജലപാതയിലൂടെയുള്ള യാത്രയും എല്ലാം കൂടി വരുമ്പോൾ വല്ലാത്തൊരു ഹരത്തിൽ നമ്മുടെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരും. വലിയ തോതിലുള്ള മാറ്റം ടൂറിസം രംഗത്ത് തന്നെ ഇത് ഉണ്ടാക്കും.